ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല കിടിലൻ ടേസ്റ്റിൽ അഫ്ഗാനി ചിക്കൻ റെഡിയാക്കാം. ഞാനിതിനായിട്ട് ഇവിടെ 3/4 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് വരഞ്ഞു വെച്ചതാണ്. കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കിതിനുള്ളിൽ പെട്ടെന്ന് തന്നെ മസാലയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടും. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂണോളം കസൂരി മെത്തി പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഇതുപോലെ ലെമണോ തൈരോ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ബാലൻസ് മസാല കൂടെ റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ 1/2 ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. പെപ്പർ പൗഡറും പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 6 വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 15ഓളം കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല കൂടെ ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ചിക്കനിൽ ഈ മസാലയെല്ലാം നന്നായി ഒന്ന് സെറ്റായി വരാനാണ്. നമ്മളിത് കൂടുതൽ ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതോറും ചിക്കനിൽ മസാലയെല്ലാം കൂടുതൽ പിടിച്ചു വന്ന് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ചിക്കനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കനെല്ലാം ഒരു സൈഡിലൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് റെഡിയായി വരണം. ഇപ്പോൾ ഈ സൈഡും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് ഇനി ബാലൻസുള്ള മസാല കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതേ ബൗളിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും ചിക്കനിൽ ഈ ഗ്രേവിയെല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്കായി വരുന്ന വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മസാലയെല്ലാം ചിക്കനിലൊന്ന് പിടിച്ചു വന്ന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഓവറായിട്ട് വറ്റിച്ചെടുക്കരുത്. ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ എടുക്കണം. ചിക്കനിലിപ്പോൾ ഈ ഗ്രേവി എല്ലാം നന്നായി തന്നെ ഒന്ന് പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.